വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. ഇന്ന് സാരി ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ബ്ലൗസിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ നമ്മളൊരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും എല്ലാം സ്ലീവ് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഇതേപോലെ ഇങ്ങനെ ഉൾവശം മറിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണം. സ്ലീവിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിങ്ങും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടി ഇതേപോലെ ഒപ്പം വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനൊരു കർവ് ഷേപ്പ് ആയതുകൊണ്ട് ആ ഷേപ്പിൽ കൂടി ചുളിവുകൾ വരാതെ വലിച്ചു പിടിക്കാതെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഒന്നുകൂടി കാണിക്കാം. ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി അവിടെ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം വീണ്ടും താഴെ നിന്നും ഷോൾഡറിൻ്റെ സെൻറ്ററിൽ കൂടി അപ്പുറത്തെ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത സ്ലീവാണിത്. ചുളിവുകളൊന്നും വന്നിട്ടില്ല. 2 സ്ലീവ് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ എപ്പോഴും 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയതിന് ശേഷം മാത്രമേ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ. സാരി ബ്ലൗസിനും ചുരിദാറിനും എല്ലാം സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത ശേഷം ആ വശം ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിൽ വേണം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസോ ചുരിദാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ വശത്തിന് ചുളിവുകൾ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.